ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈം എവാലുവേഷൻ 2019 ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളുടെ ഓണപരീക്ഷയ്ക്ക് ക്ലാസ് 10ൻ്റെ സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 10ൻ്റെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചത്. അഥവാ 2019 ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഓണപരീക്ഷ കണ്ട് എടുക്കാറായി. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുന്ന നമുക്ക് അത്രയും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഏകദേശം ചെയ്തു അല്ലേ? എല്ലാ വീഡിയോസും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4 ചാപ്റ്ററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസറുകളാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും എങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്താന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, അതിൽ സബ് ഡിവിഷൻ എ അല്ലെങ്കിൽ ഫസ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് കോമൺ ഡിഫറൻസ് 5. ആദ്യ പദം 2ഉം പൊതുവ്യത്യാസം 5ഉമായ സമാന്തര ശ്രേണി എഴുതുക. റൈറ്റ് ഇറ്റ്സ് 11th ടേം. ശ്രേണിയുടെ 11ാം പദം എന്താണ്? 2019 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളോട് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം. ആദ്യ പദം 2, പൊതുവ്യത്യാസം 5, കോമൺ ഡിഫറൻസ് 5. അപ്പൊ 2ൽ തുടങ്ങി 5 കൂട്ടി പോണം. ഏതാണ്? 2. 2ലേക്ക് 5 കൂട്ടുമ്പോൾ 7, 7ലോട്ട് 5 കൂട്ടുമ്പോൾ 12, 12ലോട്ട് 5 കൂട്ടുമ്പോൾ 17. ഇനി ഇതിന്റെ 11th ടേം എഴുതണം. എന്താണ് 11th ടേം എഴുതാനുള്ള ഫോമാറ്റ്? 11ാമത്തെ പദം എന്ന് പറയുന്നത് A+10D ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ടേമും എഴുതാൻ ഇല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A1 അല്ലെങ്കിൽ x ആണെന്നുണ്ടെങ്കിൽ x1. ഇനി സെക്കൻഡ് ടേം ആണെന്നുണ്ടെങ്കിൽ x2, അത് x1+D അല്ലെങ്കിൽ A1+D. ഓക്കെ, തേർഡ് ടേം ആണെന്നുണ്ടെങ്കിലോ A+2D. ഫോർത്ത് ടേം ആണെന്നുണ്ടെങ്കിലോ A+3D. ഫിഫ്ത്ത് ടേം ആണെന്നുണ്ടെങ്കിലോ A+4D. അപ്പൊ 11ാമത്തെ ടേം എന്ന് പറയുന്നത് A+10D ആണ്. എ എന്ന് പറയുന്നത് 2 ആണ്, ഡി എന്ന് പറയുന്ന 5 ആണ്. മക്കളെ ശ്രദ്ധിക്കണേ, 2+10 ചെയ്യരുത്. ബോർഡ് മാസ് പ്രകാരം ആദ്യം നമ്മൾ ഗുണിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പൊ 2+10 × 5 50. 50ലോട്ട് 2 കൂട്ടിയാൽ 52. ഓക്കെ ആയോ മക്കളെ? ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് നമ്മളുടെ രണ്ടാമത്തെ ചോദ്യം? 6th ടേം ഓഫ് ആൻ AP. 6th ടേം ഓഫ് ആൻ AP is 38 and 11th ടേം is 73. ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 38, 11ാം പദം 73. ഫൈൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. ആദ്യ പദം കണക്കാക്കുക. ഫൈൻഡ് ദ ആൽജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ്. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 2019 3 മാർക്കിന് ചോദിച്ചും ഒരു ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം A6, 6ാമത്തെ പദം എന്ന് പറയുന്നത് 38 ആണ്. A11, 11ാമത്തെ പദം എന്ന് പറയുന്നത് 73 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാലോ മക്കളെ. എന്താ കോമൺ ഡിഫറൻസ് കാണാനുള്ള സമവാക്യം? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടുത്തെ ടേമുകൾ ആരൊക്കെയാ മക്കളെ? ഒന്ന് നോക്കിയേ. 73ഉം 38ഉം. അപ്പൊ 73 - 38 ഡിവൈഡഡ് ബൈ 11 - 6. ഓക്കെ, അപ്പോൾ 73ൽ നിന്നും 38നെ മൈനസ് ചെയ്യണം. 3ന്ന് 8 പോകുമോ? ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ബോറോ ചെയ്യും. ഇവിടെ 6 ആകും, 6 ആകും, ഇവിടെ 13 ആകും. ഇനി 13ന്ന് 8 പോയാൽ നമുക്ക് 5 കിട്ടും. 8 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യുക. 9, 10, 11, 12, 13, 5 കിട്ടും. 6ൽ നിന്നും 3 പോയാൽ 3. കണ്ടോ?
അപ്പൊ 35/11 6 പോയാൽ 5. 35-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5ന്റെ ടേബിൾ ചൊല്ലിക്ക് 7 5 35 7 5 35. അപ്പൊ ഡി കിട്ടി എത്രയാ? 7. മക്കളെ ഡി കിട്ടി എത്രയാ? ഡി എത്രയാ? 7. ഇനി നമ്മളോട് ഫസ്റ്റ് ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് 6th ടേം ആണ്. ഈ 6ാമത്തെ ടേമിൽ നിന്നും എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേമിലോട്ട് എത്താം? 6ാമത്തെ ടേമിൽ നിന്നും 5 പ്രാവശ്യം പൊതുവ്യത്യാസം മൈനസ് ചെയ്താൽ നമുക്ക് എവിടേക്ക് എത്താം? 1ാമത്തെ ടേമിലേക്ക് എത്താം. അപ്പോ A1 എന്ന് പറഞ്ഞാൽ A6ൽ നിന്നും 5 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലെ. ഒരു പ്രാവശ്യം കുറച്ച 5ാമത്തെ ബാക്ക് വരുമ്പോൾ കോമൺ ഡിഫറൻസ് കുറക്കല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം കുറച്ച 5ാമത്തെ ടേം, പിന്നെ 4 3 2 1 കണ്ട 5 പ്രാവശ്യം കുറക്കണം. അപ്പോൾ A6 നമുക്കറിയാം 38 ആണ്. 38 മൈനസ് 5 ഇൻറ്റു 7. മക്കളെ ശ്രദ്ധിക്കണേ 38ന്ന് 5 കുറച്ചിട്ടല്ല, 5 ഇൻറ്റു 7 ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. അപ്പൊ 38 മൈനസ് 5 ഇൻറ്റു 7 35. 38ന്ന് 35 പോയാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേം ആയി എത്രയാ? 3. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി അൽജിബ്ര കണ്ടൂടെ? എന്താ അൽജിബ്ര കാണാൻ ഇക്വേഷൻ? an പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. അത് 7 ആണ്. അപ്പൊ 7n. ഇനി n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടണം. അപ്പൊ 7 ഇൻറ്റു 1 7 ആണ്. ആ 7-നെ ഫസ്റ്റ് ടേമായ 3 ആക്കാൻ എന്ത് ചെയ്യണം? 4 മൈനസ് ചെയ്യണം. എന്ത് ചെയ്യണം? 4 മൈനസ് ചെയ്യണം. അപ്പൊ -4 എന്ന് വരും. മനസ്സിലായോ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം അത് 7 ആണ്. n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടണം. ഓക്കെ, അപ്പോൾ ഒരു 7 ആയിട്ടുള്ള 7-ന്ന് 4 പോയാൽ 3 ആണ്. ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ 4 മൈനസ് ചെയ്യണം. ഇനി n-ന് 6 കൊടുത്താൽ 38 കിട്ടുമാണ്. അങ്ങനെ നോക്കാം. ഓക്കെ, 6 42. 42-ൽ നിന്നും 4 കുറച്ചാൽ 38 കിട്ടും. അപ്പൊ 4 കുറക്കണം. അപ്പൊ നമുക്ക് അൽജിബ്രയായി എന്താണ്? 7n മൈനസ് 4. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോ പൊതുവ്യത്യാസവും കണ്ടു, അൽജിബ്ര ബീജഗണിതവും കണ്ടു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? 3ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സമ്മ്. തുക കാണുക. ഫൈൻഡ് ദ സമ്മ്, തുക കാണുക. ഫസ്റ്റത്തത് നമുക്ക് എന്ത് ടേം മക്കളെ? നാച്ചുറൽ നമ്പർ അല്ലേ? എണ്ണൽ സംഖ്യ അല്ലേ? 1 2 3 4 എന്ന് പറഞ്ഞു പോകുന്നത് എണ്ണൽ സംഖ്യ അല്ലേ? എന്താണ് എണ്ണൽ സംഖ്യകളുടെ തുക? n ഇൻറ്റു n പ്ലസ് 1/2. എന്ന് പറഞ്ഞാൽ എന്താണ്? പദങ്ങളുടെ എണ്ണം. ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞ് എത്ര സംഖ്യകൾ ഉണ്ട് നോക്കിയ മക്കളെ? 20 സംഖ്യകളാണുള്ളത് അല്ലെ? 1 2 3 തൊട്ട് എവിടെ വരിക? 20 നമ്പർ വരെ. അപ്പൊ n എത്രയാ? 20. അപ്പൊ 20 ഇൻറ്റു 20 പ്ലസ് 1 21/2. അതിൽ 20-നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 20/2 എത്രയാ? 10. 20ക്ക് 1 കൂട്ടിയാൽ 21. 21 ഇൻറ്റു 10 210. അടുത്തത് 3 പ്ലസ് 6 പ്ലസ് അതിന് ഞാൻ കൊടുത്തു n/2 ഇൻറ്റു a1 പ്ലസ് an അല്ലെങ്കിൽ x1 പ്ലസ് xn. a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം 3 ആണ്, ലാസ്റ്റ് ടേം 60 ആണ്. മക്കളെ ശ്രദ്ധിച്ചേ, മക്കളെ ശ്രദ്ധിച്ചേ. 1 3 3, 2 3 6, 3 9. ഇത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 വരെ എത്തുമ്പോത്തിന് എത്ര ടേം ആയിട്ടുണ്ടാവും? 3 30. അടുത്തൊരു 30 എണ്ണം കൂടിയും വരുമ്പോ, അടുത്തൊരു 10 എണ്ണം കൂടിയും വരുമ്പോ 60 ആകും. അപ്പൊ എത്ര ടേം ഉണ്ട്? 20 ടേം അല്ലേ? അല്ലെ? അപ്പോ ഇവിടെയും 20/2 ഇൻറ്റു 3 പ്ലസ് 60. 20/2 എത്രയാണ്? 10. 60ക്ക് 3 കൂട്ടിയാൽ 63. 10 ഇൻറ്റു 63 630. അടുത്തതും നമ്മൾ ഉപയോഗിക്കാൻ പോവാണ് 5 + 8 + 11 + 62. ഇതിൽ ആദ്യം എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. 20 തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 62 ടേം കാണാൻ ഇക്വേഷൻ നമ്മൾ എഴുതി an മൈനസ് a1/d + 1. അഥവാ ലാസ്റ്റ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ചിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചിട്ട് 1 കൂട്ടണം. അപ്പൊ 62 - 5 ÷ 3 + 1.
62 5 പോയാൽ 62 2 പോയാൽ 60 പിന്നൊരു 3 കൂടി പോയാൽ 57 ഇനി 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 3 3 5 3 പോയാൽ 2 9 3 27 റിമൈൻഡർ 0 കിട്ടി. നമുക്ക് എത്ര ആൻസർ കിട്ടി? 19. 19 + 1 20. ഞാൻ പറഞ്ഞില്ലേ 20 തന്നെ ആയിരിക്കും വരിക. ഇനി സമ്മ് കാണാൻ n/2 × a1 + an. n 20 ആണ്. അപ്പൊ 20/2 ഫസ്റ്റ് ടേം 5 ആണ്, ലാസ്റ്റ് ടേം 62 ആണ്. 20/2 10. 62ലോട്ട് 5 കൂട്ടിയാൽ 67. 67 × 10 670. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഫസ്റ്റത്തത് നാച്ചുറൽ നമ്പർ, അതിന്റെ സമ്മ് നമ്മൾ കണ്ടു. രണ്ടാമത്തത് 3ന്റെ ഗുണിതങ്ങളായിരുന്നു, അവിടെയും 20 നമ്പർ. മൂന്നാമത്തതിന്റെയും സമ്മ് നമ്മൾ കണ്ടു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്നാ നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ? നോക്കിക്കോ. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 3 8 13 3 8 13 എന്നൊരു സമാന്തര ശ്രേണിയാണ്. Is 60 the difference between any two terms in this sequence? ഇതിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 60 ആകുമോ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഈസ് 116 എ ടേം ഓഫ് ദി സീക്വൻസ്? 116 എന്ന സംഖ്യ ഈ ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇവിടുത്തെ പൊതുവ്യത്യാസം 5 ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണം. നോക്കിയേ, ഇവിടെ 8 3 തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അത് പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ അല്ലേ? 13 3 പോയാൽ 10, അതും പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇനി 13 8 പോയാൽ 5, അതും പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത് 60 ആണ്. ഞാൻ 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 5 5 10 വരും. 2 5 12. എനിക്ക് റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. അഥവാ 5ന്റെ ഗുണിതമാണ്. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം 0ത്തിൽ അവസാനിക്കുന്നത് 5ന്റെ ഗുണിതമാണ്. എങ്കിൽ അത് ഡിഫറൻസ് ആകും, വ്യത്യാസമാകും. റിമൈൻഡർ ഈസ് 0, ശിഷ്ടം 0 ആണ്. 60 ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഇൻ ദി സീക്വൻസ്. 60 ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം ആവും. ഇനി ബി, 116 ടേം ഓഫ് ദി സീക്വൻസ്. 116 ഈ ശ്രേണിയിലെ പദമാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ 116 3 കുറച്ചു. കാരണം 116 പദമാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. 116 പദമാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. അതായത് നമ്മളെ ശ്രേണി ഇതാണല്ലോ, 3 8 13. ഇതിലുള്ള ഏതോ ഒരു ടേം ആണ് 116 എന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. എങ്കിൽ ഈ 116 ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ മൈനസ് ചെയ്താൽ അത് 5ന്റെ ഗുണിതമായിട്ട് കിട്ടണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ ഫസ്റ്റത്തെ ചെയ്ത്? വ്യത്യാസമാകുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്താ കാട്ടിയത്? അതിന് 5ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്തു. 5ന്റെ ഗുണിതമാണെങ്കിൽ അത് വ്യത്യാസമാണ്. പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാവണം. പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം ആവണം. അപ്പൊ ഞാൻ 116 3 അങ്ങോട്ട് മൈനസ് ചെയ്തു. 113. മക്കളെ, നിങ്ങൾക്ക് ആ 113 കണ്ട അപ്പൊ പറഞ്ഞൂടെ അതെന്താണ്? 5ന്റെ ഗുണിതമല്ല. 113 5ന്റെ ഗുണിതമല്ല. അവിടെ 3 റിമൈൻഡർ വരും. അപ്പൊ വ്യത്യാസം ടേം ആകുമോ? ഇല്ല. 3 അവിടെ ശിഷ്ടം വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5 അവസാനിക്കണം. 0 5 അവസാനിക്കണം. 113നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 22 ആൻസർ കിട്ടും. ശിഷ്ടം 3 കിട്ടും. അതുകൊണ്ട് 116 നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയിലെ പദമല്ല. അപ്പൊ ശ്രദ്ധിച്ചോളാം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം പൊതുവ്യത്യാസം കൊണ്ട്. ഇനി പദമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള നമ്പർ എന്ന് നമ്മുടെ ശ്രേണിയിലുള്ള ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് മൈനസ് ചെയ്യുക. ആ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. റിമൈൻഡർ 0 ആണെങ്കിൽ പദമാകും, ഇല്ലെങ്കിൽ പദമാകില്ല. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 3n + 11. ബീജഗണിത രൂപം 3n + 11 ആയ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? ഫൈൻഡ് ഇറ്റ് 7th ടേം. ഈ ശ്രേണിയുടെ 7ാം പദം എഴുതുക.
Find the first natural number in the arithmetic sequence 14/8, 17/8, 20/8. 14/8, 17/8, 20/8 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാപദം ഏതാണ്? 2019 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് an+b ആണ് നമ്മളുടെ ഫോർമാറ്റ്. എന്താ നമ്മളുടെ ഫോർമാറ്റ്? എവിടെ പേന? an+b ആണ് നമ്മളുടെ ഫോർമാറ്റ്. അതിൽ എന്നിന്റെ കൂടെയുള്ള a എന്ന് പറയുന്നതാണ് നമ്മളുടെ പൊതുവ്യത്യാസം. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 3. രണ്ടാമത്തെ ചോദ്യം 7ാമത്തെ ടേം കാണാനാണ്. അതിൽ എന്നിന്റെ സ്ഥാനത്ത് 7 കൊടുക്കുക. 3 × 7 + 11. 3 × 7 എത്രയാ? 21 + 11 32. 7ാമത്തെ പദം കിട്ടി. ഇനി 14/8, 17/8, 20/8 ഇതിന്റെ അൽജിബ്ര ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഓക്കെ, ഇനി ജസ്റ്റ് ഞാനൊന്ന് നേരെ എഴുതി. അൽജിബ്ര കണ്ടിട്ടില്ല, ഞാൻ നേരെ ഒന്ന് എഴുതി നോക്കി. 8ന്റെ മൾട്ടിപ്പിൾ വരുന്നത് വരെ. ഓക്കെ, 1 8 8 16, 3 8 24, 4 8 32. 3 8 24 വരും. 24 കഴിഞ്ഞാൽ പിന്നെ 32. 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് മൈൻഡിൽ വെച്ചോട്ടോ. അപ്പോൾ 20 കഴിഞ്ഞാൽ പിന്നെ 3 കൂട്ടിയല്ലേ പോണേ. 23, 26, 29, 32. കണ്ടോ, 32നെ 8 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 32/8 നേരെ എഴുതി പോയി. 4. സിമ്പിൾ അല്ലേ? ഓക്കെ, എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത്, the algebraic form of an arithmetic sequence is 81 - 8n. ഒരു ശ്രേണിയുടെ ബീജഗണിതമാണ് 81 - 8n. Write the 10th term. ശ്രേണിയുടെ 10ാം പദം എഴുതുക. Find the sum of first 10 terms. ആദ്യത്തെ 10 പദങ്ങളുടെ തുക. Is 400 the sum of any terms in the sequence? ഈ ശ്രേണിയിലെ ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 400 ആകുമോ? Why? എന്തുകൊണ്ട്? നോക്കാം. 10th ടേം എഴുതാനാണ്. എന്നിന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ മതി. അപ്പൊ 81 - 8 × 10. മക്കളെ ശ്രദ്ധിക്കണം, ആദ്യം ഗുണനം ചെയ്യണം കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? ഗുണനം ചെയ്യണം. 81 - 8 × 10 80 അഥവാ 1. ഇനി A1 നമുക്ക് കിട്ടി. A1 നമ്മളിവിടെ എഴുതി. ഓക്കെ, A1 ഞാൻ കണ്ടുപിടിക്കുകയാണ്. A10 ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. A1 ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മല്ലേ കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യ പദവും അവസാന പദവും വേണ്ടേ? 10ാം പദം കിട്ടി. 1ാം പദം കാണാൻ ഞാൻ എന്നിന് 1 കൊടുത്തു. 81 - 8 × 1 8 ആണ്. 73 കിട്ടി. സമ്മിൽ കൊടുത്തു n/2 × A1 + AN. n 10 അല്ലേ? 10 ടേമിന്റെ സമ്മല്ലേ? അപ്പോൾ 10/2. ആദ്യ പദം 73, അവസാന പദം 1. 10/2 5 ആണ്. 73ക്ക് 1 കൂട്ടിയ 74. ദെൻ 74 × 5 4 5 20ക്ക് 0 ഇഷ്ടം 2 5 35 2 37. നമുക്ക് എത്ര കിട്ടും? 370 കിട്ടും. എത്ര കിട്ടും? 370 കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈസ് 400 the sum of any terms in the sequence? 400 ഈ ശ്രേണിയിൽ ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാകുമെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമ്മിന്റെ അൽജിബ്ര എന്താണ്? pn² + qn എന്നാണ് നമ്മുടെ സമ്മിന്റെ അൽജിബ്ര. ഓക്കെ, എന്താണ് നമ്മളുടെ സമ്മിന്റെ അൽജിബ്ര? pn² + qn. ഇവിടെ -4 എങ്ങനെ കിട്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു മിനിറ്റ്. 81 - 8n എന്നാണ് നമ്മളുടെ അൽജിബ്ര. ഓക്കെ, അതിന് ഞാനൊന്ന് തിരിച്ചെഴുതി. -8n + 81 എന്ന് എഴുതി. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇനി എന്നിന്റെ കൂടെയുള്ള സംഖ്യയാണ് നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയ d, അഥവാ d എന്ന് പറയുന്നത് -8 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 81ൽ നിന്നും 8 പോയാൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ടേം. 81ൽ നിന്നും 8 പോയാൽ നമുക്ക് 73 കിട്ടും. ഇത് ഫസ്റ്റ് ടേം, ആദ്യ പദം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത് എഴുതുന്നത് കേട്ടോ. നോക്കുക, പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൊതുവ്യത്യാസത്തിന്റെ പകുതി. പൊതുവ്യത്യാസം എത്രയാ? -8. അപ്പം -8ന്റെ പകുതി -4. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം -8 ആണ്. അപ്പൊ -8ന്റെ പകുതി -4. ഇനി ക്യൂ കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി + q ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, പി എന്ന് പറയുന്നത് -4,
അപ്പോൾ -4 + q = ഫസ്റ്റ് ടേം എത്രയാ 73. അപ്പോൾ ഈ -4 ഇപ്പുറം വരുമ്പോൾ എന്താവും +4 ആവും. അപ്പോൾ 73ക്ക് 4 കൂട്ടിയാൽ 77. കണ്ടോ? ഇങ്ങനെയാണ് -4n² + 77n എന്ന് വന്നത്. മനസ്സിലായോ മക്കളെ? ഉറപ്പല്ലേ? അല്ലേ? ഉറപ്പല്ലേ? ആ ഓക്കെ. ഇനി നമുക്കിതൊന്ന് മായ്ക്കാട്ടോ. ഇതൊന്ന് മായ്ക്കേ. ഓക്കെ. -4n² + 77n = 400 വരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ = ഞാൻ 400 എന്ന് എടുത്തു. ഇനി ആ n² അങ്ങോട്ട് പോസിറ്റീവ് ആക്കി, മൈനസ് ഉള്ളത് പ്ലസ് ആക്കി, ഈ പ്ലസ് മൈനസ് ആവും, ഈ 400 ഇവിടെ പ്ലസ് ആണല്ലോ, അത് മൈനസ് ആവും, മൈനസ് കളയുമ്പോൾ. എന്നിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും പ്ലസ് ആവും. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ആയത് കേട്ടോ. ഒരു സ്റ്റെപ്പ് ഞാനവിടെ മിസ് ചെയ്തേക്കണേ. എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -4n +4n ആയി, +77 -77 ആയി, 400 -400 ആവും, അത് ഈക്വലിൻ്റെ അപ്പുറം വരുമ്പോൾ എന്താവും +400 ആവും. ഇനി നമുക്ക് b² - 4ac കാണാം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോരെ നമുക്ക് ബാക്കി പരിപാടികൾ. അപ്പം നമ്മൾ b² - 4ac കണ്ടു. -77ൻ്റെ സ്ക്വയർ -4 × ac. a എന്ന് പറയുന്നത് 4 ആണ്, c എന്ന് പറയുന്നത് 400 ആണ്. 77ൻ്റെ സ്ക്വയർ 5929 കിട്ടും. -4 16, 16 4 64, 2 0 6 400. ഇതിൽ മൈനസ് അല്ലേ, നെഗറ്റീവ് അല്ലേ ആൻസർ വരിക അല്ലേ? -471 വരുന്നത്. അതിനർത്ഥം അതിന് സൊല്യൂഷൻ ഇല്ല എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ഇമാജിനറി സൊല്യൂഷൻ ആണ്, റിയൽ സൊല്യൂഷൻ ഇല്ല. ഓക്കെ. അപ്പോൾ പോസിബിൾ ആണോ? 40 സമ്മാകൂ? ഇല്ല. 40 എന്താവില്ല? സമ്മാവില്ല, തുകയാവില്ല. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ തുകയാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സമ്മിൻ്റെ ബീജഗണിതം വെച്ചിട്ട് അതിൻ്റെ ഫോർമാറ്റ് കാണുക. എന്താ സമ്മിൻ്റെ ബീജഗണിതം? pn² + qn. എന്നിട്ട് അതേ = നമുക്ക് ആവാനുള്ള സമ്മ് എടുക്കുക. എന്നിട്ട് അതിനെ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ, നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ -b + or -√b² - 4ac വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? /2a വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ടാ. 400 is not the sum of any terms in the sequence. 400 ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുകയാവില്ല. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. The angles of an octagon form an arithmetic sequence. ഒരു അഷ്ടഭുജത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. What is the sum of angle? കോണുകളുടെ ആകെ തുക എന്ത്? What is the sum of greatest and smallest angle? ഏറ്റവും ചെറിയ കോണിന്റെയും ഏറ്റവും വലിയ കോണിന്റെയും തുക എന്ത്? If the difference between the greatest and smallest angle is 70, then find the measures of smallest angle. ഏറ്റവും ചെറിയ കോണിന്റെയും അളവും ഏറ്റവും വലിയ കോണിന്റെ അളവും തമ്മിലുള്ള വ്യത്യാസം 70 ഡിഗ്രി ആയാൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എത്രയാ? Is any one of the angle become right? Why? ഈ അഷ്ടഭുജത്തിന്റെ ഏതെങ്കിലും ഒരു കോൺ മട്ടക്കോണാകുമോ? എന്തുകൊണ്ട്? 2019 5 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ നോക്കാം. ഒക്ടേഗൺ അഥവാ അഷ്ടഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സൈഡാണ്. ഫസ്റ്റത്തെ ചോദ്യം അതിൻ്റെ ആംഗിൾ സമ്മ് കാണാനാണ്. അത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷൻ. എന്താണെന്ന് ഓർമ്മ ഉണ്ടോ മക്കളെ നിങ്ങൾക്ക്? എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? എന്താണ് നമ്മളുടെ ആംഗിൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ? n-2 × 180. n എന്ന് പറഞ്ഞ വശങ്ങളുടെ എണ്ണം അത് 8 ആണ്. അപ്പോൾ 8 - 2 × 180. 8 ന്ന് 2 പോയാൽ 6, 6 × 180. 6 × 180 ചെയ്യുമ്പോൾ നമുക്ക് 1080 കിട്ടും. ഫസ്റ്റത്തേൻ്റെ ആൻസറായി 1080. രണ്ടാമത്തെ, ഏറ്റവും ചെറിയ കോണിൻ്റെയും വലിയ കോണിൻ്റെയും തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒക്ടഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 8 കോണാണ്. ഓക്കെ. 8 കോണാണെന്നുണ്ടെങ്കിൽ 4 പെയർ ഉണ്ടാവും. പെയറിങ് നമ്മൾ പഠിച്ചാണ്. 8 കോണാണെന്നുണ്ടെങ്കിൽ 4 പെയർ ഉണ്ടാവും. ടോട്ടൽ സമ്മ് 1080 ആണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1080/4. 1080നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ 4 2 പ്രാവശ്യം, റിമൈൻഡർ 2 വരും. 8 ആണല്ലോ, ശിഷ്ടം 2 വരും. അപ്പോൾ 28 വരും. 28ൽ 7 4 28, പിന്നെ ഒരു 0, 270. ഒരു പെയറിൻ്റെ സമ്മ് 270 ആണ്. അഥവാ ഒന്നാമത്തെയും 8ാമത്തെയും കോണ് കൂട്ടിയാലും 270 ആണ് കിട്ടുക. രണ്ടാമത്തെയും 7ാമത്തെ കോണ് കൂട്ടിയാലും 270 ആണ് കിട്ടുക. മൂന്നാമത്തെയും 6ാമത്തവും കൂട്ടിയാൽ 270 ആണ് കിട്ടുക. 4ാമത്തെയും 5ാമത്തതും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 270 ആണ് കിട്ടുക. അതാണ് പെയറിങ്. ഫസ്റ്റും ലാസ്റ്റും, സെക്കൻഡും ലാസ്റ്റ് സെക്കൻഡും, തേർഡും ലാസ്റ്റ് തേർഡും. അങ്ങനെയാണ് നമ്മളുടെ പെയറിങ് വരുന്നത്. ഓക്കെ. സം ഓഫ് ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ആംഗിൾ, വലിയ കോണും ചെറിയ കോണും കൂട്ടിയാൽ 270 കിട്ടും.
ഇനി അടുത്ത ചോദ്യം. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 70. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആംഗിൾ ഈസ് 70. ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള വ്യത്യാസം 70 ആണ്. അപ്പം ഞാൻ സ്മോളസ്റ്റ് ആംഗിളിനെ എക്സ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആംഗിൾ എന്തായിരിക്കും? എക്സ് പ്ലസ് 70 ആയിരിക്കും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 70 അല്ലേ? അപ്പോൾ ചെറിയ കോണ് എക്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ കോൺ എന്തായിരിക്കും? എക്സ് പ്ലസ് 70 ആയിരിക്കും. ഇനി ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടുക? 270. അപ്പോൾ ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്താൽ മതി. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x. ആ 70നെ ഞാൻ അങ്ങോട്ട് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ പ്ലസ് ഉള്ളത് -70 ആവും. 270 70 പോയാൽ എത്രയാ? 200 അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്ന. ആ സ്റ്റെപ്പ് ഞാൻ അവിടെ എഴുതിയിട്ടില്ല അല്ലേ? ഓക്കെ, 2x = 200 എന്ന് കിട്ടും. അതിൽ നിന്ന് x = 200/2 അഥവാ 100 എന്ന് കിട്ടും. അപ്പോൾ ചെറിയ കോണ് 100 ആണെങ്കിൽ വലിയ കോണ് 170 ആയിരിക്കും. ഓക്കെ, ചെറിയ കോണ് 100 ആണെന്നുണ്ടെങ്കിൽ വലിയ കോൺ എത്രയായിരിക്കും? 170 ആയിരിക്കും. കാരണം 70 അല്ലേ വ്യത്യാസം. അപ്പോൾ വലിയ കോണ് 170. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. നമ്മളോട് ചെറിയ കോണാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് 100. ഇനി നോക്കിയേ, എനി വൺ ഓഫ് ദ ആംഗിൾ ബിക്കം റൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആവില്ല. കാരണം ഏറ്റവും വലിയ കോൺ എന്ന് പറയുന്നത് 170 ആണ് അല്ലേ? സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് വലിയ കോണല്ല. സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 100 ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ 90 ആണല്ലോ. ചെറിയ കോണ് 100 ആണ്. അപ്പോൾ 100നേക്കാൾ ചെറിയൊരു കോൺ അവിടെ വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള ആംഗിളുകളൊക്കെ 100നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആംഗിൾ അവിടെ ഉണ്ടാവില്ല. മട്ട കോൺ അവിടെ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ചെറിയ കോൺ എന്ന് പറയുന്നത് 100 ആണ്. ചെറിയ കോൺ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ പിന്നെ 100ന്റെ താഴത്തേക്ക് ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഇവിടെ ഒരു പിരമിഡ് തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദിസ് പാറ്റേൺ. ഈ സംഖ്യാശ്രമത്തിൽ അടുത്ത 2 വരികൾ എഴുതുക. റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം ഇൻ 10th ലൈൻ. 10ാമത്തെ വരിയിൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഫസ്റ്റ് 10 ലൈൻസ്. ആദ്യത്തെ 10 വരികളുടെ സംഖ്യകളുടെ തുക കണക്കാക്കുക. 5 മാർക്ക് 2019 ചോദിച്ചു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് ചോദിച്ചൊരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദിസ് പാറ്റേൺ. ഈ പാറ്റേണിന്റെ അടുത്ത 2 വരി. 10 കഴിഞ്ഞാൽ ഏത് വരും? ഇവിടെ നോക്കിയേ, 11, 12, 13, 14, 15, 16. സോറി, 11, 12, 13, 14, 15. 16 അല്ല, ഇവിടെ 11, 12, 13, 14 ഒരെണ്ണം കൂടി 15. ഇവിടെയോ 16, 17, 18, 19, 20, 21. കണ്ടോ? ഇനി ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഇൻ 10th ലൈൻ. 10ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെ സംഖ്യ. അതിനാദ്യം ഞാൻ ഇതിനെ ആദ്യം ഒന്ന് ശ്രേണിയാക്കിയിട്ട് നേരെ എഴുതിയിട്ട് 1, 2, 3, 4. ഇതിൻ്റെ അൾജിബ്ര എന്താ? n ആണ്. nth ടേം എന്ന് പറയുന്നത് n ആണ്. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോട്ടോ. ഒന്നാമത്തെ വരിയിൽ ഒരു നമ്പർ, ആ n ഇവിടെ കൊടുത്താൽ ലാസ്റ്റ് ടേം. രണ്ടാമത്തെ വരിയിൽ 2 നമ്പർ, അപ്പോൾ 2 1 കൂട്ടിയാൽ 3. ആ 3 അല്ല ഇവിടെ ലാസ്റ്റ് ടേം. മൂന്നാമത്തെ വരിയിൽ 3 ടേം. നോക്കിയാൽ 3 2 5 1 6. നോക്കിയാൽ 6 അല്ലേ ലാസ്റ്റ് ടേം. നാലാമത്തെ വരിയിൽ 4 ടേം. അപ്പോൾ 6 4 10. 10 അല്ലേ? ഇവിടെ നമുക്ക് 15 ആണ് കിട്ടിയത് അല്ലേ? അഞ്ചാമത്തെ വരിയിൽ 5 ആണ്. അപ്പോൾ 10 5 15. ഇവിടെ 21 ആണ് കിട്ടിയത്. 15ക്ക് 6 കൂട്ടിക്കഴിഞ്ഞാൽ 21. 27 അല്ല 21 കേട്ടോ. ആണോ? അപ്പോൾ ഇനി നോക്കിയാൽ ഓരോ വരിയിലെയും ലാസ്റ്റ് ടേമിലോട്ട് 1 കൂട്ടിയാൽ അടുത്ത വരിയിലെ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം കാണാൻ ഞാൻ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കണ്ടു. അതിന് 1 മുതൽ 9 വരെ കൂട്ടണം. അതിനെന്താ കാട്ടണ്ടേ? n × n + 1/2 കൊടുക്കുക. അപ്പോൾ 9 × 10/2 45 കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം ഇവിടെ 45 കൊടുത്താൽ 45 ആണ്. അപ്പോൾ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം ആരാ? 46. ഓക്കെ, ഇനി 10ാമത്തെ വരിയിൽ എത്ര ഉണ്ട്? 10 ടേം ഉണ്ട് അല്ലേ? 9 ടേം കൂട്ടിയാൽ 45 ആണ്. അപ്പോൾ 45ക്ക് 10 കൂട്ടിയാൽ 10ാമത്തെ ടേമിൽ എത്ര ടേം ഉണ്ടെന്ന് കിട്ടൂലേ? എത്രയായി? 55 ആവും. ഓക്കെ, അതാണ് ലാസ്റ്റ് ടേം. 1 മുതൽ 10 വരെ കൂട്ടിയാൽ 1 മുതൽ 9 വരെ കൂട്ടിയാൽ 45 ആണ്. അപ്പോൾ 1 മുതൽ 10 വരെ കൂട്ടിയാൽ എത്രയാ? 55. അതാണ് 10ാമത്തെ വരെ ലാസ്റ്റ് ടേം. ഇനി ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ്. ആദ്യത്തെ 10 വരിയിലെ നമ്പറുകളെ സം കാണണം. ഫസ്റ്റ് ടേം 1 2 3 അങ്ങനെ പോയിട്ട് അവസാന ടേം ഏതാണ്? 55 ആണ്. ഓക്കെ, ഇനി ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? തുക n × n + 1/2 ആണ്. എല്ലാം എണ്ണൽ സംഖ്യയാണ് അല്ലേ? 1 2 3 4 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാണ്. ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 55 നമ്പർ ഉണ്ട്. അപ്പോൾ 55 × 55 + 1 56/2. 56ന്റെ പകുതി കണ്ടു 28. ഇനി 55നെ 28 കൊണ്ട് ഗുണിക്കുക. 56ന്റെ പകുതി 28 അല്ലേ?
ഗുണിക 8 5 40 0 ഇഷ്ടം 4 40 4 44 2 5 10 0 ഇഷ്ടം 1 10 1 11 അല്ലെ 2 5 10 ഇഷ്ടം 1 ഇല്ലേ 0 4 5 1 1540 കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ മക്കളെ? അടുത്ത 9ാമത്തെ ചോദ്യം. In an AP 301, 308, 315 അഥവാ ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? Find the sum of the sequence of natural number between 300 and 500 which leave remainder 2 on division by 7. Find the sum of the sequence of natural number between 300 and 500 which leave remainder 3 on division by 7. അപ്പോൾ ആദ്യത്തെ ചോദ്യം 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണെന്നാണ് ചോദ്യം അല്ലേ? ഇവിടുത്തെ റിമൈൻഡർ 7 അല്ലേ അല്ലേ? 301ക്ക് 7 കൂട്ടിയാൽ 308, 8ക്ക് 7 കൂട്ടുമ്പോൾ 15 അല്ലേ? അപ്പം 301നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണ്ട മക്കളെ. 7 4 7 28 4 എത്രയാ 28 30 28 പോയാൽ 10 8 പോയാൽ 2 28 പോയാൽ 2 21 3 7 21 ശിഷ്ടം എത്രയാ 0. റിമൈൻഡർ എത്രയാ 0. ഇനി ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ബിറ്റ്വീൻ 300 and 500 വിച്ച് ലീവ് റിമൈൻഡർ 2 on division by 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. ഓക്കെ, അപ്പോൾ 301നെ ഞാൻ 7 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടിയത് 0 ആണ് കിട്ടിയത്. റിമൈൻഡർ എത്ര കിട്ടിയത് 0 ആണ് കിട്ടിയത്. എനിക്ക് ഇനി റിമൈൻഡർ എത്ര കിട്ടേണ്ടത് 2 അല്ലേ? ഇനി നമ്മൾ മുമ്പോട്ടല്ലേ പോണത് അല്ലേ? ഇനി നമ്മൾ മുമ്പോട്ടല്ലേ പോവുക. മുമ്പോട്ട് പോകുമ്പോൾ ഇനി ഒരു നമ്പർ ബാക്കിലോട്ട് വരുമ്പോഴും ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേണ്ട നമുക്ക് 300 തന്നെ തുടങ്ങാം. ഇപ്പം 300നെ ഞാൻ ഡിവൈഡ് ചെയ്തു കേട്ടോ മക്കളെ. 300നെ ഇനി ആരിലൊരു ഇത് വേണ്ട, 6 നമുക്കിവിടെ റിമൈൻഡർ കിട്ടും. നോക്കിക്കല്ലെങ്കിൽ കേട്ടോ 4 28 കിട്ടും. 10 8 പോയ 2 20 2 7 14 കണ്ടോ 6 റിമൈൻഡർ വരും. ഓക്കെ, ഇനി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡറുകൾ ഏതൊക്കെയാണ്? 0 1 2 3 4 5 6 7 വരുമോ? ഇല്ല, 7ന്റെ സ്ഥാനത്താണ് 0 വരുന്നത്. ഇനി മുമ്പിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ 6 കഴിഞ്ഞാൽ അടുത്ത ആരാ? 0 1 2 എത്ര കൂട്ടി? 3 കൂട്ടി. അപ്പോൾ ആ 300ക്ക് 3 കൂട്ടുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ടേം 303. പിന്നെ 7 കൂട്ടി 310 അങ്ങനെ പോകും. ഇനി 500 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 500. അപ്പോൾ ലാസ്റ്റ് ടേം കാണാൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 500നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 7 7 49 50 49 1 0 ഒരു 7 7 10 7 പോയാൽ 3. ഇനി നമ്മൾ മുമ്പിലോട്ടോ ബാക്കിലോട്ടോ പോവുക. ബാക്കിലോട്ടല്ലേ വരിക? 500 കഴിഞ്ഞ് 499 498 ബാക്കിലോട്ടല്ലേ വരിക. അപ്പം 3 കഴിഞ്ഞ് ബാക്കിലോട്ട് വരിക 2. നമുക്ക് വേണ്ട റിമൈൻഡർ ആയില്ലേ? എത്ര നമ്പർ ബാക്കിലോട്ട് വന്നു? ഒരു നമ്പർ. അപ്പം 499. ഓക്കെ, റിമൈൻഡർ 2 വരുന്ന ഏതൊക്കെയാ? 303. അപ്പം റിമൈൻഡർ 3 വരുന്ന ഏതായിരിക്കും? 304 തൊട്ട് പോവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്പർ കിട്ടി. ഇനി സമ്മ് കാണണ്ടേ അല്ലേ? ആദ്യം എല്ലാം കൂടിയും കൂട്ടണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അടുത്ത ചോദ്യം. അത് എന്നെ കാണാൻ എന്താ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം 499 എവിടെ 499 303 മൈനസ് ചെയ്യാം. 9 3 പോയാൽ 6 9 4 3 പോയാൽ 1 196/7 പ്ലസ് 1. ഇനി 196നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 7 7 2 7 14 വരും. 5 വരും. 6 നറുക്കിയത് 7 8 56. അപ്പോൾ 28 പ്ലസ് 1 29. ഓക്കെ, എത്ര കിട്ടും? 29 കിട്ടും. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. 29/2 303 പ്ലസ് 499. 499ക്ക് 303 കൂട്ടുക. ഇവിടെ 499 ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ചോട്ടിലും കൂടെ എഴുതുന്നുള്ളൂ കേട്ടോ. 9ലോട്ട് 3 കൂട്ടിയാൽ 12ക്ക് 2 ഇഷ്ടം 1 9 10ക്ക് 0 ഇഷ്ടം 1 4 3 7 1 8 802. ഇനി 802നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8ന്റെ പകുതി 4
0 2ന്റെ പകുതി 1 401. അപ്പോൾ 29 × 401. ഇനി 409നെ 401നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 9 9 0 3 4 36. പിന്നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 2 2 0 1 4 4 24 8. 9 2 6 8 2 10 1 11. 11,629. അടുത്ത് റിമൈൻഡർ 3 വരുന്നത് നമ്പറുകൾ. റിമൈൻഡർ 3 വരുന്ന ഏതാ? തൊട്ട് മുമ്പത്തെ നമ്പർ എഴുതി വെച്ചേക്ക് നോക്കട്ടോ. റിമൈൻഡർ 2 വന്നപ്പോൾ മക്കളെ, റിമൈൻഡർ 2 വന്നപ്പോൾ 303 ആയിരുന്നു. അപ്പോൾ റിമൈൻഡർ 3 വരാനോ? 304. 500നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 3 തന്നെയല്ലേ കിട്ടി. അപ്പോൾ ലാസ്റ്റ് ടേം ആരാ? 500. ഇവിടെ നമുക്ക് എത്ര ടേം ഉണ്ട് എന്നുള്ളത് നോക്കാം. 500ന്ന് ഇതാ ഞാൻ ജസ്റ്റ് എന്താ കാട്ടിയെന്ന് അറിയാം. നോക്കിയാൽ 303 + 1 304 എന്ന് പറഞ്ഞാൽ 303 + 1 311 എന്ന് പറഞ്ഞാൽ 310 1 317 അങ്ങനെ ഓരോ ഒന്നുകൾ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 29 ടേമും 29 ഒന്നുകളും. ഓക്കെ, 29 ടേമും 29 ഒന്നുകളും വരുന്നുണ്ട്. അപ്പോൾ തുക 29 ടേമുകളുടെ തുക, അതായത് 303. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എന്തിനാണെന്ന് അറിയാം, ഇക്വേഷൻ ഒഴിവാക്കാനുണ്ടോ. തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 303 310 317 അങ്ങനെ 499 വരെ കൂട്ടിയാൽ നമുക്ക് 11,629. അങ്ങനെ എത്ര ഒന്നുകൾ ഇവിടെ വരുന്നുണ്ട്? അതേ നമ്പർ 29 ഒന്നുകൾ ഇങ്ങനെ സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ +29 11,658. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാം. എന്നെ നിങ്ങൾക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ കേട്ടോ. ലാസ്റ്റ് ടൈമായ 500ന്ന് 304 കുറക്കുക. 500ന്ന് 304 കുറക്കുക. 10ന്ന് 4 പോയാൽ 6 കിട്ടും. ഇവിടെ 9 ആവും. ഇവിടെ 4ന്ന് 3 1 196നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 28 കിട്ടും. 2 7 14 വരും. 5 വരും. 56 വരും. 8 വരും. 28 28ക്ക് 1 കൂട്ടിയാൽ 29. അപ്പോൾ 29/2 ഇൻറ്റു 29/2 ഇൻറ്റു ഇനി ഫസ്റ്റ് ടേം 304ക്ക് 500 കൂട്ടിയാൽ 5 3 8 804. ഓക്കെ, 500ഉം 300 800 4. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 29 ഇൻറ്റു എത്ര വരിക? ഇതിൻ്റെ പകുതി 4 0 2 402. അപ്പോൾ 402 ഇൻറ്റു 29. 9 വരുമ്പോൾ 18ക്ക് 8 ഇഷ്ടം 1 9 0 ആണ്. അപ്പോൾ 9 9 വരും. സോറി 1 വരും. റിമൈൻഡർ 1 അല്ലേ. 3 4 36. ഇനി 2 2 4 0 1 4 4 24 8 8 4 1 5 6 8 2 11 11 കേട്ടോ. 11,658. ആൻസർ സെയിം ആണ്. ഓക്കെ, ഞാനത് സ്പ്ലിറ്റ് ചെയ്തു. ഇക്വേഷൻ വെച്ച് ചെയ്താൽ ഇങ്ങനെ തന്നെ കിട്ടുക. തൊട്ട് മുകളിൽ ചെയ്ത ഇക്വേഷൻ തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, 9 ചോദ്യങ്ങളാണ് 2019 ഓണപ്പരീക്ഷയ്ക്ക്. എത്ര ചോദ്യം? 9 ചോദ്യങ്ങളാണ് 2010. കാരണം നമുക്ക് 80 മാർക്കിനുള്ള ചോദ്യം ഉണ്ടാക്കണം. 2010 അല്ല 2019 ഓണപ്പരീക്ഷയ്ക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഏതെങ്കിലുമൊക്കെ മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ. നല്ല മാർക്ക് വാങ്ങി പാസ്സാവണം. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2019 ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഓരോ ചാപ്റ്ററിൽ 4 ചാപ്റ്ററിലെ ഓരോ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം പരീക്ഷയുടെ മുമ്പ് കേട്ടോ. 2019 പിന്നെ 2022 23 20 21 കൊറോണ കാരണം നമ്മളുടെ ഓണപരീക്ഷകളൊന്നും നടന്നിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറില്ല. നമുക്ക് 2019 2022 23 വർഷത്തെ ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്യണം. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. നമ്മൾ കാണുക, പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.